എന്തിനാണ് പൗരത്വ നിയമ ഭേദഗതി എന്നത്? പൗരത്വ നിയമ ഭേദഗതി വരുന്നതിന് മുൻപ് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പരസ്യമായി പറഞ്ഞിരുന്നു. അദ്ദേഹം പാർലമെൻറ്റിൽ തന്നെ നിരവധി തവണ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ആദ്യം പൗരത്വ ഭേദഗതി ബിൽ പാസ്സാക്കും, അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ അഭയാർത്ഥികൾക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കും. പക്ഷേ അത് പറച്ചിൽ മാത്രമാണ്. മുസ്ലിമിനെ അതിൽ ഫലത്തിൽ ഒഴിവാക്കി നിർത്തി. അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു, അതിനുശേഷം NRC തയ്യാറാക്കും, ഈ പറഞ്ഞ ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കും. എന്നിട്ട് നയം വ്യക്തമാക്കുകയാണ്. ഞങ്ങളുടെ പറഞ്ഞ വാചകം, ഞങ്ങളുടെ മാതൃരാജ്യത്തു നിന്ന് എല്ലാ നുഴഞ്ഞുകയറ്റക്കാരെയും കണ്ടെത്തി നാടുകടത്തും. ഉദ്ദേശം വ്യക്തമാണ്. അവിടെ നിർത്തുന്നില്ല. അദ്ദേഹം ഈ പറഞ്ഞ ദേശീയ പൗരത്വ രജിസ്റ്റർ രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കും. ഒരു നുഴഞ്ഞുകയറ്റക്കാരനെയും വിടില്ല. ആരെയാണ് അദ്ദേഹം ഉന്നം വെക്കുന്നത് എന്ന് എല്ലാവർക്കും വ്യക്തതയുള്ള കാര്യമാണ്. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ നമ്മുടെ പ്രതികരണം നാം ശ്രദ്ധിക്കേണ്ടത്. കേരളത്തിൻ്റെ പ്രതികരണം, കേരളത്തിൻ്റെ പ്രത്യേകത എന്താ? ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്നൊരു നാട്. ആ നാടിന് ഈ നിലപാടിനോട് ഒരു തരത്തിലും യോജിക്കാനായില്ല. ഇത് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറ തോണ്ടുന്ന നിലപാടായിരുന്നു. ഈ പൗരത്വ നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവുമായ കാര്യമാണ്. അതുകൊണ്ടാണ് അർത്ഥശങ്കക്കിടയില്ലാതെ കേരളം ഉറക്കെ പ്രഖ്യാപിച്ചത്, പൗരത്വ ഭേദഗതി നിയമം, ദേശീയ പൗരത്വ രജിസ്റ്റർ, ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ, ഇതൊന്നും കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് അതുകൊണ്ട് തന്നെയാണ് പ്രഖ്യാപിച്ചത്. അത്തരമൊരു പ്രഖ്യാപനം നടത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. ആ പ്രഖ്യാപനം നടത്തുക മാത്രമല്ല, അതിനെ തുടർന്ന് നാം ഇവിടെ സ്വീകരിച്ച നടപടികളുണ്ട്. നാം അതിൽ പ്രധാനമായി കണ്ടത്, ഇതുപോലുള്ള കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നതാണ്. അതിൻ്റെ ഭാഗമായി എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭത്തിനാണ് നാം മുൻകൈയെടുത്തത്. ഇവിടെയാണ് അതിൽ ആദ്യം അരങ്ങേറിയത്. പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ നാടിൻ്റെ എല്ലാ ഭാഗവും ചേർന്നുകൊണ്ടുള്ള പ്രതിഷേധ കൂട്ടായ്മ. അതിൽ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും അന്നത്തെ പ്രതിപക്ഷ നേതാവും പങ്കെടുത്തു. അതിൻ്റെ തുടർച്ചയായി കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ ഭരണഘടനാ സംരക്ഷണ യോഗങ്ങൾ നടന്നു. ഇവിടെ RSS അജണ്ട നടപ്പാക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് നാം ഇതിലൂടെ നടത്തിയത്. തുടർന്ന് സർവകക്ഷി യോഗം ചേർന്നു. എല്ലാവർക്കും ഒരേ നിലപാട്. അതിൻ്റെ തുടർച്ചയായി പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു. അതിനകത്ത് ഇത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം, ആ പ്രമേയം ഏകണ്ഠമായി നിയമസഭ പാസാക്കി. രാജ്യത്ത് അത്തരമൊരു പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരള നിയമസഭ ആയിരുന്നു. ഇവിടെയും നാം നിർത്തിയില്ല. രാജ്യത്ത് BJP ഇതര മുഖ്യമന്ത്രിമാരുണ്ട്. ആ മുഖ്യമന്ത്രിമാർക്കെല്ലാം കേരള മുഖ്യമന്ത്രി എന്ന നിലക്ക് കത്തെഴുതി ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം സൂചിപ്പിച്ചുകൊണ്ടും ഇതിൽ പ്രതിഷേധിക്കേണ്ട ആവശ്യകത ഊന്നിക്കൊണ്ടും ഇതിനെതിരെ അണിനിരക്കേണ്ടതിൻ്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ടുമുള്ള കത്ത് എല്ലാ BJP ഇതര മുഖ്യമന്ത്രിമാർക്കും അയച്ചു.
അവിടെയും നാം നിർത്തിയില്ല. ഇതൊരു നിയമമായതുകൊണ്ട്, അത് ഭരണഘടനയ്ക്കെതിരായി കൊണ്ടുവന്നൊരു നിയമമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ടുള്ള സ്യൂട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുൻപാകെ കേരള സർക്കാർ കൊണ്ടുപോയി. ആ കേസിൻ്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ചട്ടങ്ങൾ വന്നത് എന്നത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ചെയ്ത ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. നിങ്ങളിൽ പലരും മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടാകും. മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഇതിനെതിരെ LDF സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങല, അതും രാജ്യത്തെ ഒരു മഹാസംഭവമായിരുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി നിരവധി പരിപാടികൾ നാം സംഘടിപ്പിക്കാൻ തയ്യാറായത്? ഇതൊരു കേവലമായൊരു നിയമം മാത്രമല്ല. ഈ നിയമ ഭേദഗതിയിലൂടെ ആശങ്കയിൽ കഴിയുന്ന, ഭീതിയിൽ കഴിയുന്ന, ഉത്കണ്ഠയിൽ കഴിയുന്ന, ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഇവിടെ ജീവിക്കാൻ കഴിയുമോ? തലമുറകളായി ഞങ്ങൾ ഈ മണ്ണിലാണ്, ഈ മണ്ണിൻ്റെ സന്തതികളാണ്. പക്ഷേ ഈ മണ്ണ് ഞങ്ങൾക്ക് അന്യമാകുമോ? ഞങ്ങൾക്കിവിടെ തുടർന്ന് ജീവിക്കാൻ കഴിയുമോ? ഈ ഒരു ഭീതിയിൽ കഴിയുന്ന ജനലക്ഷങ്ങളല്ല, ജനകോടികളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ആ ജനകോടികളോട് നിങ്ങൾ ഒറ്റക്കല്ല, ഞങ്ങളൊപ്പമുണ്ട് എന്ന സന്ദേശം നൽകലായിരുന്നു ഈ ഓരോ പരിപാടിയിലൂടെയും നാം ഉദ്ദേശിച്ചത്.